വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. സൂറത്തുൽ ബഖറയിലെ 102 ആയത്ത് മുതൽ 121 വരെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് വലിയൊരു ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തബഉ മാ തത്ലു ശയാത്വീനു അലാ മുൽക്കി സുലൈമാൻ. മുൽക്കി സുലൈമാൻ നബിയുടെ സുലൈമാൻ നബിയെ ചെകുത്താൻ്റെ വേദം, അതായത് ചെകുത്താനാണ് സുലൈമാൻ നബിക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് ജൂതന്മാർ നാദുല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ജൂതന്മാർ പറയുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മായന സുലൈമാൻ നബി കാഫിറായിപ്പോയി. അപ്പോൾ പ്രവാചകന്മാർ വരെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇവരെപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി, ഇവരുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക. അത് എന്തെങ്കിലും ആരോപണങ്ങൾ വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ചില വാദങ്ങൾ നടത്തുക. അത് തന്നെയാണ് അവർ ചരിത്രത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വത്തബഉ മാ തത്ലു ശയാത്വീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്വീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ. അപ്പോൾ സിഹർ എന്നത് അക്കാലഘട്ടത്തിൽ വലിയ ഒരു സിഹർ, അറിയാലോ, മന്ത്രോച്ചാരണം, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, മറ്റുള്ളവരെ ബന്ധങ്ങൾ തകർക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അത് സജീവമായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആണ് സുലൈമാൻ നബി നടത്തിയത് എന്ന ഒരു ആരോപണം നടത്തിയതിൻ്റെ പ്രത്യാരോപണമാണ് ഖുർആനിലൂടെ അള്ളാഹ് അറിയിക്കുകയാണ്. കാഫിറായത് സുലൈമാൻ അല്ല, അത് കാഫിറായത് ഷെയ്ത്താൻ തന്നെ. ഷെയ്ത്താൻ കാഫിറാണ്. വമാ ഉൻസില അലൽ മലകൈനി ബിബാബില ഹാറൂത വമാറൂത്ത്. അപ്പോൾ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ രണ്ട് മലക്കുകൾ, അപ്പം മലക്കൈനി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെ ബാബിലോണിയ പറയുന്നത് ആ സ്ഥലത്തേക്ക് അയച്ചതിൻ്റെ ചരിത്ര സംഭവം പറയാണ്. അപ്പോൾ അത് കുറച്ച് അവ്യക്തമാണ് ചരിത്രത്തിൽ. ഇതൊക്കെ എത്രയോ നൂറ്റാണ്ട് മുമ്പ് നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവ്യക്തത ഉണ്ട്. എന്നാലാവട്ടെ, ഇതിൽ വ്യക്തമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആ നാട്ടിലേക്ക് മലക്കുകളെ മനുഷ്യരൂപത്തിൽ അയച്ചു എന്നാണ് അറിയപ്പെടുന്ന ചരിത്രം. അപ്പോൾ ഇതൊക്കെ ജൂതന്മാർക്ക് മനസ്സിലാവും. ആ കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് വെള്ളം പോലെ മനസ്സിലായ കാര്യങ്ങളാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഈ ബാബിലോണിയയിൽ ഒക്കെ ഇവരെ വല്ലാതെ ഇസ്രായേൽ സമൂഹത്തെ അടിച്ചമർത്തി അടിമകളാക്കി വെച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അവരിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വിമോചകനായിട്ട് മൂസ അലൈഹി സ്വലാമിനെ അയക്കുന്നു. അതുപോലെ പ്രവാചകന്മാരൊക്കെ അയക്കുന്നത് ഇവരെ ലോകരിൽ വെച്ച് ഉന്നതരാക്കിയതൊക്കെ ഇവർ മറന്നു കളഞ്ഞു. അതിനെ ഓർമ്മപ്പെടുത്താണ് ഇതെല്ലാം. وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر. അപ്പോൾ അവർ ഹാറൂത്ത് മാറൂത്ത് മലക്കുകൾ അവിടെ ഇറക്കിയതിനെ പറ്റി അവർ ഇരുവരും ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ്, ഒരു ഫിത്ന, അവർക്കൊരു പരീക്ഷണമായിരുന്നത് ആ രാജ്യത്തേക്ക് അവരെത്തിയത്. അങ്ങനെ فَيَتَعَلَّمُونَ مِنْهُمَا مَا يُفَرِّقُونَ بِهِ بَيْنَ الْمَرْءِ وَزَوْجِهِ. നേരത്തെ പറഞ്ഞല്ലോ, ആണും മർഇ വസൗജ്, ആണും പെണ്ണും തമ്മിൽ ഇടയിലുള്ള അകൽച്ച ഉണ്ടാക്കുക. അതാണ് ഈ സിഹറിൽ ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന ഒരു പണി അതായിരുന്നു, ബന്ധങ്ങൾ തകർക്കുക. അതാണല്ലോ പിശാചിൻ്റെ പണി. അപ്പോൾ ആ വിദ്യ, അവർ വിടവുണ്ടാക്കുന്ന ആ വിദ്യയൊക്കെ പഠിച്ച് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, കൂടോത്രങ്ങളും മന്ത്രോച്ചാരണങ്ങളൊക്കെ ആയിട്ട് അവർ ജീവിച്ചൊരു സമൂഹമായിരുന്നു. ആ സമൂഹത്തിൽ യഥാർത്ഥ ദീനിനെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതൊരു പരീക്ഷണമായിക്കൊണ്ട് ഹാറൂത്ത് മാറൂത്ത് ചെന്നെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി വേറൊരു മുഫസ്സിരിൻ, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് മനുഷ്യരായിരുന്നു, ആ കാലഘട്ടത്തിലെ ഒരു രാജാവായിരുന്നു, അല്ല പ്രമുഖരായ രണ്ടാളുകളായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഒരു സിഹറിനെതിരെയുള്ള അള്ളാഹ് കൊടുത്തൊരു പരീക്ഷണമായിരുന്നു അത് എന്നാണ് പഠിപ്പിച്ചിരുന്നത്. വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. എന്നാൽ അള്ളാഹിൻ്റെ അനുവാദമില്ലാതെ ആരും അത് ഉപയോഗിച്ച് ദ്രോഹിക്കാനാവില്ല. അപ്പം ഇത് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞതിൻ്റെ ശേഷം നമ്മളിപ്പോൾ പലപ്പോഴും പലരും ചോദിക്കുന്നത്, സിഹർ ബാധിക്കോ, ഒരാൾ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് പറ്റുമോ? അപ്പോൾ അതിന് കൃത്യമായ മറുപടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്ത് സിഹറാവട്ടെ അള്ളാഹ് തീരുമാനിച്ച ഇതിനില്ല, അത് നടക്കും.
എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ തീരുമാനത്തിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്നത് വ്യക്തമായിട്ട് ഖുർആൻ്റെ ആയത്ത് നമ്മുടെ മുമ്പിൽ വന്നു. അത് ചരിത്രം വെറുതെ കഥ പറയാനല്ലല്ലോ ഖുർആൻ. ഈ കാലഘട്ടത്തിലെ കാലിക വായന കൂടി സാധ്യമാവണം. ഇപ്പോഴും ഈ മോഡേൺ വേൾഡിലും ഇപ്പോഴും ഈ 21st സെഞ്ച്വറിയിലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെ എനിക്കാരെങ്കിലും സിഹർ ചെയ്ത്. ഇപ്പം അടുത്ത ഒരു വീട് കുടിയിരിക്കൽ കഴിഞ്ഞ് അവിടുത്തെ ഗ്രഹനാഥന് ഒരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ആരെങ്കിലും കണ്ണ് വെച്ചാന്നൊക്കെ പറയുന്നു. ഇതൊന്നും ശരിയല്ല. അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വിശ്വാസിയൊന്നും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനെ ഇതിനില്ല, അള്ളാഹിൻ്റെ ഇംഗിതമനുസരിച്ച് അള്ളാഹിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ ലോകത്തെല്ലാം നടക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹുവായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതിൻ്റെ ഇടയിൽ ഇടയാളരെ സ്വീകരിക്കേണ്ട കാര്യമില്ല. وَيَتَعَلَّمُونَ مَا يَضُرُّهُمْ وَلَا يَنْفَعُهُمْ. മാത്രമല്ല ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് ഇവർക്ക് ദോഷമൊന്നും ചെയ്യാനും സാധിക്കില്ല. മാത്രമല്ല ഇവർക്കത് ദോഷമായിട്ട് മാറും ചെയ്യും. അവർ പഠിപ്പിക്കുന്ന ഈ കാര്യം അവർക്ക് യാതൊരു ഉപകാരമില്ല. وَلَقَدْ عَلِمُوا لَمَنِ اشْتَرَاهُ مَا لَهُ فِي الْآخِرَةِ مِنْ خَلَاقٍ. അവർ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം പരലോകത്ത് അവർക്ക് യാതൊരുവിധ വിഹിതമില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. وَلَبِئْسَ مَا شَرَوْا بِهِ أَنفُسَهُمْ لَوْ كَانُوا يَعْلَمُونَ. അവർക്ക് വിവരം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ നല്ലതിനെ കൊടുത്ത് ചീത്ത വാങ്ങുകയാണ് ചെയ്യുന്നത്. അവർ സ്വന്തത്തെ വിറ്റിട്ട് അവർ ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എന്ന് ആ കാലഘട്ടത്തിലെ സിഹറുമായിട്ട് ബന്ധപ്പെട്ടും ജൂതന്മാരുടെ ഈ ഒരു പൈശാചിക ആരോപണങ്ങളെ പറ്റിയുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. وَلَوْ أَنَّهُمْ آمَنُوا وَاتَّقُوا لَمَثُوبَةٌ مِّنْ عِندِ اللَّهِ خَيْرٌ لَوْ كَانُوا يَعْلَمُونَ. അവർ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം അതാണ് അവർക്ക് ഖൈറായിട്ടുള്ള ഇന്ദില്ലാഹി ഖൈർ. അപ്പോൾ ഈ സത്യവിശ്വാസവും തഖ്വയും ഉണ്ടാവുക അതാണ് ഏറ്റവും വേണ്ടത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ സിഹിർ പേടിക്കുന്ന നമ്മളോടും ഇത് തന്നെ അള്ളാഹ് പറയും. നമ്മൾ തഖ്വയായിട്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് ഖൈറുണ്ട്. പിന്നെയുള്ള ഈ സിഹിറും ഒന്നും നമ്മൾ ഏൽക്കില്ല. ഏൽക്കോ എന്ന ചോദ്യത്തിന് ഏൽക്കും തന്നെ കേട്ടോ മറുപടി. കാരണം അസൂയ ഏൽക്കും. കാരണം സൂറത്തുൽ ഫലക്കിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹാസിദിനിത ഹസദ്. അസൂയ രണ്ട് രീതിയിലുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവായിട്ടുള്ള അസൂയ ഏൽക്കുക എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്ത മാരണം വഴിയല്ല, അവർ ചെയ്യുന്ന മാനുഷികമായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ വഴി തന്നെ ഏൽക്കും. അത് ഏൽക്കാതെ അള്ളാഹു കാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ അള്ളാഹിനോട് എന്ത് ചെയ്യണം, ആവിധത്തേനി സൂറത്തുന്നാസും ഫലക്കും നമ്മൾ ഓതുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ എന്ന് കരുതി ആരെങ്കിലും എന്തോ ചെയ്യുന്നവന് ബേജാറായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വിശ്വാസിക്കില്ല എന്ന് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലു ഉൻദുർനാ വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. ഇത് ജൂതന്മാരുടെ കാലഘട്ടത്തിലും ഉണ്ട്, ഖുറൈശികളുടെ കാലഘട്ടത്തിലും ഉണ്ട്. അതായത് മക്കയിലുള്ള അവസ്ഥയാണ്. മുശ്രിക്കുകൾ, അതായത് പ്രത്യേകിച്ച് മുനാഫിക്കുകൾ, അവരുടെ നിലപാടാണ്. ഇതേപോലെ ഇന്നത്തെ കാലത്തുള്ള ഒരു വിഷയമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. ഇത് വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളും അല്ലതിനാമനു അല്ലെ സത്യവിശ്വാസികളെ ലാ തഖൂലു റായിന, അതായത് നിങ്ങൾ റായിന എന്ന് പറയരുത്. വഖൂലു ഉൻദുർന വസ്മഉ, അതായത് രണ്ട് വാക്ക്. ഇപ്പം റായിന ഞാൻ കണ്ടു എന്നാണ്, ഉൻദുർന ഞങ്ങൾ നോക്കി എന്നാണ്. അതായത് ഒരു പ്രയോഗം തന്നെ, പക്ഷേ ഒരു ക്ലാരിഫിക്കേഷൻ അതിൽ വേണം. ഓക്കെ, അതായത് ഇപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മൾ ചില മലയാള പദപ്രയോഗത്തിൽ നമ്മൾ ആയിക്കോട്ടെ നോക്കാം എന്ന് പറയില്ലേ. നോക്കാം എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ വരും. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട്, നാളെ നീ എൻ്റെ വീട്ടിലെ സൽക്കാരുണ്ട്, നീ 5 മണിക്കിന് എത്തൂലേ? നോക്കാന്നല്ല, ഞാൻ വരും ഇൻഷാ അല്ലാ 5 മണിക്ക് എത്തിയിരിക്കും എന്ന് തന്നെ പറയണമെന്നാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു മീനിങ് മനസ്സിലായില്ല. അതെന്ന് വെച്ചാൽ ഒരു വ്യക്തത വേണം. കാരണം വ്യക്തമായിട്ടുള്ള വേദഗ്രന്ഥം, വ്യക്തമായിട്ടുള്ള ദർശനം, ദൈവിക ദർശനം എത്തി, ഇഞ്ചിയിലെത്തി, പിന്നെ സബൂർ എത്തി, തൗറാത്ത് എത്തി, ഖുർആൻ എത്തി. എന്നിട്ടും ഇവർ വഴി തെറ്റി നടക്കായിരുന്നല്ലോ ഈ വേദക്കാരും ബഹുദൈവ വിശ്വാസികളും. അതേപറ്റിയാണ് അവിടെ പറയുന്നത്.
അടുത്ത ആയത്തിൽ മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രികീന അൻ യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ മിർ റബ്ബിക്കും വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം. വേദക്കാർ ബഹുദൈവ വിശ്വാസികൾ, മായദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്, അവർ അവിടെ സത്യനിഷേധികളായ ആളുകൾ, അവർ ഇവർക്ക്, അതായത് മുശ്രിക്കുകളും പിന്നെ അഹ്ലുൽ കിതാബുകാരുമായ ആളുകളും നിങ്ങൾക്ക് പറഞ്ഞാൽ അറബ് ലോകത്തിന് നന്മ ഉദ്ദേശിക്കുകയും തൗഹീദ് ഉൾക്കൊള്ളുകയും ചെയ്ത് തഖ്വയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യാതൊരു നന്മ ഇറക്കുന്നതിലും അവരിഷ്ടപ്പെടുന്നില്ല. എന്നാൽ അള്ളാഹിൻ്റെ ഖൈറ് കൊണ്ട് അള്ളാഹു അത് ചെയ്യാണ്. അള്ളാഹു യഖ്തസ്സു ബിറഹ്മതിഹി, അള്ളാഹു വിചാരിക്കുന്ന ആർക്കാണോ, അള്ളാഹു ഇച്ഛിക്കുന്ന ആർക്കാണോ അത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് അള്ളാഹു ഫള് കൊടുക്കും, അവരെ ഔന്നിധ്യം നൽകുകയും അള്ളാഹു അവരെ അതിമഹത്തായ അനുഗ്രഹമുള്ളവനാണ്. അവനെന്ത് ചെയ്യുന്നു, അവനെല്ലാവർക്കും റഹ്മത്ത് കൊടുക്കും. അപ്പോൾ അത് അവരുടെ ഈ ഒരു ദുരഭിമാന ചിന്താഗതി അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് നന്മ കിട്ടരുത്. ഇന്നും അതിൻ്റെ എന്ത് നല്ല ഉദാഹരണമാണ് ഈ GCC, ഈ അറബ് ലോകം വളരുന്ന ഈ വളർച്ചയിൽ അവർ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ ഏറ്റവും അസൂയാലുക്കൾ ഇവർക്ക് തന്നെയാണ്. ഈ ഇസ്രായേലിന് തന്നെയാണ് അവർക്ക് ഏറ്റവും അസൂയ അവർക്ക് തന്നെയാണ്. ഒരു നേട്ടം അവരെ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. തുടർന്ന് പറയാ, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ആയത്തിനെ മറന്നു പോകാന്ന് വെച്ചാൽ, അതായത് വിസ്മരിച്ചു പോവുക, ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാന്ന് വിചാരിക്കുക. അപ്പോൾ അതിനേക്കാൾ നല്ല ആയത്ത് കൊണ്ടുവരാൻ അള്ളാഹു പ്രാപ്തനാണ്. അള്ളാഹു അതിന് കൊണ്ടുവരും. അള്ളാഹു അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു, നിനക്കറിയില്ലേ, അള്ളാഹു എല്ലാ കുല്ലി ഷൈഇൻ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പോൾ ഒരായത്ത് വിട്ടുപോയേ അല്ലെങ്കിൽ മറന്നുപോയേ വേദവാക്യങ്ങൾ വിട്ടുപോയൊക്കെ ചെയ്താൽ അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അള്ളാഹിൻ്റെ മേലുള്ള ബാധ്യതയാണ്. അള്ളാഹ് അത് ചെയ്തോളും തന്നെയാണ്. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. നിനക്കറിയില്ലേ, തീർച്ചയായും അള്ളാഹു തന്നെയാണ് ആകാശഭൂമികളുടെ സമാവാതി വല്ലർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സമ്പൂർണ്ണ ആധിപത്യം, മുലൂക്കിയ്യത്ത്, സർവാധിപത്യം അള്ളാഹുവിനാണ്. വലക്കും മിൻ ദൂനില്ലാഹി വലിയ്യിൻ വലാ നസീർ. അള്ളാഹു അല്ലാത്തൊരു വലിയ ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരെയും വിളിച്ച് തേടുന്ന ആളുകളൊക്കെ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെ ഉണ്ട് എന്ന് അടിവരയിട്ട് പറയാ. ആ സമയത്ത് വലിയും വലാ നസീർ, നിങ്ങളൊരു സഹായിയെയും ഒരു വലിയനെയും ഒന്നും വെക്കേണ്ട കാര്യമില്ല, അള്ളാഹു തന്നെയാണ് എല്ലാറ്റിൻ്റെയും സർവാധിപത്യം എന്ന് കൃത്യമായിട്ട് അവിടെ പറയാണ്. ഇതൊക്കെ ജൂതന്മാർ ചെയ്ത പണിയാട്ടോ. അതുപോലെ തന്നെ ക്രൈസ്തവ ലോകമൊക്കെ ചെയ്ത പണി, അവർ ചെയ്ത വഴി തെറ്റിയുള്ള അവരുടെ ദിശ മാറിപ്പോയതിനെ തിരുത്തിക്കൊണ്ടുള്ള ആയത്തുകളാണ്. അം തുരീദൂന അൻ തസ്അലൂ റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബ്ൽ. മൂസാ നബിയോട് ചോദിച്ച പോലെ റസൂലിനോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നിങ്ങൾ ചോദിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് സാന്ദർഭികമായിട്ട് നബിയുടെ സമൂഹത്തെ, അതായത് നബി സഹാബത്തിനെ തിരുത്തുകയാണ്. സഹാബത്ത് അങ്ങനെ ചോദിക്കുന്നവരായിരുന്നില്ല കേട്ടോ. പല സന്ദർഭത്തിലും ബദറിൻ്റെ സന്ദർഭത്തിലും മഹദിൻ്റെ സന്ദർഭത്തിലും ഒക്കെ സഹാബത്ത് ഉറച്ചു നിന്നുള്ളതാണ്. മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ. അതിനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് അറിയാം, ഈ അറബ് ലോകം തന്നെയാണ്. ഈ അറബികൾ എന്ന് പറഞ്ഞാൽ അത്രയും ത്യാഗശാലികളാണ്. അഭിമാനവും വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്ന അറബികൾ. കാരണം അത് വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം മൂസാ നബിയുടെ അനുയായികളായിരുന്നില്ല. ഒരു പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേൽ സമൂഹത്തിൽ ജൂതനായിട്ടാണ് ജനിച്ചതെങ്കിൽ
ഒരിക്കലും ഈ കാണുന്ന ലോകത്ത് ഇത്രയും ജനവിഭാഗത്തെ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയായിട്ട് ഇസ്ലാമിക ദർശനത്തെ മുന്നിൽ വെക്കാനും ഈ വേദഗ്രന്ഥം ഖുർആൻ ലോകാസനം അതേപടി നിലനിർത്താനും സാധിച്ചെന്ന് കാരണം ഈ ജനത അതാ ചെയ്തത്. അന്യായമായിട്ട് പ്രവാചകന്മാരെ കൊല്ലുക, വേദദർശനങ്ങൾ മാറ്റി എഴുതുക, ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്ന പണി. പക്ഷെ അത് സാധിക്കാതെ വന്നത് അറബ് ലോകത്ത് വന്നുകൊണ്ടാണ്, അറബിയിൽ വന്നതുകൊണ്ടാണ്. ഈ ജനത, ആ മൂസ അലൈഹി സ്വലാമയുടെ ഫോളോവേഴ്സ്, സ്വഹാബത്ത് ഇത് ഏറ്റെടുത്ത് നെഞ്ചേറ്റി എന്നുള്ളതാണ്. ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. അപ്പോൾ ഈ കുഫ്ർ, ഈമാൻ, വിശ്വാസം ഉൾക്കൊള്ളുന്നതിന് പകരം സത്യനിഷേധം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ടല്ലോ, ഫഖദ് ളല്ല സവാ സബീൽ, അവർ ഈ സന്മാർഗത്തിൽ നിന്ന് അവർ വളരെയധികം വ്യതിചലിച്ച് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ആയത്തിലേക്ക്, وَدَّ كَثِيرٌ مِّنْ أَهْلِ الْكِتَابِ لَوْ يَرُدُّونَكُم مِّن بَعْدِ إِيمَانِكُمْ كُفَّارًا حَسَدًا مِّنْ عِندِ أَنفُسِهِم مِّن بَعْدِ مَا تَبَيَّنَ لَهُمُ الْحَقُّ. വേദക്കാരായ ഏറെ പേരും ആഗ്രഹിക്കുന്നു, നിങ്ങൾ സത്യവിശ്വാസികളായ ശേഷം നിങ്ങളെ നിഷേധികളാക്കി മാറ്റാൻ അവർക്കൊന്ന് സാധിച്ചെങ്കിലെന്ന്. അതൊക്കെ സീറുമിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബുകാരുണ്ട്, പിന്നെ ഈ പറഞ്ഞ ജൂതന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ വിശ്വാസത്തിന് എന്തെങ്കിലും അതിനുള്ള എല്ലാ പണികളും ഉള്ളിൽ കൂടെ എടുക്കുന്നുണ്ട്, ഈ കാലഘട്ടത്തിലും എടുക്കുന്നുണ്ട്. ഈ ഖുർആനെ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ഉള്ള പല രീതിയിലുള്ള ആസൂത്രിത ശ്രമങ്ങൾ ലോകത്തെമ്പാടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷേ അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരാഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ നിഷേധികളായി, അവരെ അസൂയാണ്, ഹസദൻ, അവരുടെ സ്വന്തം അസൂയാണ് അങ്ങനെ അവരെ കൊണ്ട് അത് പ്രേരിപ്പിക്കുന്നത്. ഫുസിക്കും മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, ആ സത്യം മറച്ചു വെച്ചിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഈ സത്യം എങ്ങനെയെങ്കിലും ഒന്ന് ഇതിനെ തകർത്ത് കളയണം എന്ന ദുരുദ്ദേശമാണ് അവർക്കുള്ളത്. ഫഅഫു വസ്ഫഹു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹിൻ്റെ അവരെ നിങ്ങൾ വിട്ടേക്കുക, അവരങ്ങനെയൊക്കെ ചെയ്തോട്ടെ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ. ഏറ്റി അള്ളാഹിൻ്റെ അള്ളാഹിൻ്റെ തീരുമാനം വരുന്നത് വരെ, അള്ളാഹിൻ്റെ ഓർഡർ വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യാം. ബാക്കി കാര്യം അള്ളാഹ് നോക്കിക്കോളൂ, അള്ളാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവരെ കാര്യങ്ങൾ വിട്ടേക്ക്. അത് ഇന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയുടെ വിഷയമായിട്ടും ഇത് നമുക്ക് കാലികമായിട്ട് വായിക്കാവുന്നതാണ്. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി, വഖീമുസ്സലാത്ത് വആതുസ്സകാത്ത്, നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വിഷയമാണ്. കൊല്ലത്തിൽ കൊടുക്കേണ്ട സക്കാത്ത് മാത്രമല്ല ഈ പറയുന്നത്, സദഖകളും മറ്റെല്ലാം, നമ്മുടെ സമ്പത്തുകളും അമാലുകളും നമ്മുടെ എല്ലാം മറ്റുള്ളവർക്കും പൊതുജനങ്ങൾക്കൊക്കെ ഒരു പബ്ലിക് സർവീസായിട്ട് മാറുക എന്നുള്ളതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പിശുക്കന്മാരുടെ ലോകത്ത്, തന്നിഷ്ടത്തിനും അവനവനിസത്തിനും പേരിൽ മാത്രം ജീവിക്കുന്ന ഈ ലോകത്ത് വിശ്വാസിയായ, അത് ഒരു അർത്ഥത്തിൽ മുസ്ലിങ്ങൾ ആ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ടോ? നമ്മൾ മറ്റ് മതങ്ങളുമായിട്ട് അവരെ അധിക്ഷേപിക്കുകയല്ല, കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് സദഖയിലൊക്കെ മുന്നിൽ. ജക്കാത്തിന് കൊടുക്കുക, നമ്മൾ കേരളത്തിൽ തന്നെ ഒരു പ്രയോഗമുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് ഒരിക്കലും ഒരു പോലീസ് ഓഫീസർ, വലിയ മുതിർന്നൊരു ACP അസിസ്റ്റൻറ്റ് കമ്മീഷണറോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ജക്കാത്തിന് കിട്ടണമല്ല, അദ്ദേഹം പത്തനംതിട്ട ഭാഗത്തിടമുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയാ ജക്കാത്തിന് കൊടുക്കൂല നമ്മളെന്ന്. എന്ന് വെച്ചാൽ ഇത് സക്കാത്ത് എന്നുള്ളത് നിങ്ങൾ കൊടുത്താൽ മതി, നിങ്ങൾ മാപ്പിളാർ കൊടുത്താൽ മതി, അത് ഞങ്ങൾ കൊടുക്കൂല എന്ന് അദ്ദേഹം പറയാണ്. ഒരു വാക്ക് പറഞ്ഞപ്പോൾ തമാശക്ക് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ അതുപോലും ഒരു അംഗീകാരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ആ രീതിയിൽ നമ്മൾ സദഖ ചെയ്യുന്നവരാണ്, ദാനധർമ്മങ്ങളിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്നവരാണ് എന്നുള്ള കാര്യമാണ്. പക്ഷേ അത് അങ്ങനെ തന്നെ ആവണം. എല്ലാ കാര്യത്തിലും നമ്മൾ മറ്റുള്ളവർക്ക് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കുന്നത്. നിസ്കാരത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ആ ഒരു കാര്യം. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിൻ്റെയും സൽപ്രവർത്തനങ്ങളുടെയും
ഖൈർ, അതിൻ്റെ നന്മകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് പിന്നെ ചിലർ വിചാരിക്കും നമ്മൾ സദഖ ചെയ്താൽ പൈസ കൊടുത്താൽ കുറഞ്ഞു പോലെയെന്ന്. ഒരു രൂപയും കുറഞ്ഞു പോലെ. അപ്പം കുറഞ്ഞു കൊടുക്കുമ്പോൾ, പക്ഷെ അതിനേക്കാൾ നല്ലത് അള്ളാഹ് തരും എന്നുള്ളത്. നിങ്ങൾ ചെയ്ത് നോക്കൂ. ഓരോരുത്തരും ഇത് കേൾക്കുന്നവർ, നിങ്ങൾ 10 റുപ്യയാണെങ്കിൽ 10 റുപ്യ ഒരാൾക്ക് കൊടുത്ത് സഹായിച്ചു നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളറിയാത്ത വഴികളിലൂടെ എത്ര നിങ്ങൾ എമൗണ്ട് കൂട്ടുന്ന അതിനേക്കാൾ ഇരട്ടിയായിട്ട് ദുനിയാവിൽ വെച്ച, പരലോകത്തെ കാര്യങ്ങൾ വിട്ടോളൂ, ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടും. ഇനി ഒരാൾക്ക് കിട്ടിയില്ല എന്ന് വെച്ചോളൂ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും? ഈ ബർക്കത്ത് എന്നുള്ള റഹ്മത്തും ബർക്കത്തും വേറെയാണ്. നമുക്ക് ലക്ഷങ്ങളും കോടികളും കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, ഒന്നിനും പറ്റാതായി കളയും. ഇപ്പോൾ ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ്റെ കാര്യം പറയാം. അയാൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് പിശുക്കനാണ്. അപ്പോൾ അയാളിങ്ങനെ ഓരോ കാര്യം പിശുക്കി അയാൾ സദഖ ചെയ്യുന്ന ആളൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ മനുഷ്യന് പെട്ടെന്ന് വലിയൊരു ഹോസ്പിറ്റൽ കേസ് വന്ന് മുഴുവൻ നല്ലൊരു സമ്പാദ്യം ആ ഒരു മാസത്തെ വെക്കേഷനിൽ അയാൾ ഒരുപാട് പ്ലാൻ ആയിരുന്നു. ഒരുപാട് യാത്ര പോകണം, ഇതാക്കണം, വലിയ സ്വപ്നമായിട്ടല്ലേ ഗൾഫിൽ നിന്ന് വരിക. അപ്പോൾ ചെറിയൊരു ദാനധർമ്മം അയാളുടെ ജീവിതത്തിൽ പിന്നെ ആക്സിഡൻറ്റും അല്ലെങ്കിൽ അയാളുടെ ആ പ്രശ്നങ്ങളൊക്കെ അള്ളാഹ് മാറ്റി കൊടുക്കുമായിരുന്നു. ചെറിയൊരു ദാനധർമ്മം അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ, സദഖ ദാനം നമ്മുടെ ആപത്തുകളെ തടയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സദഖ ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൽ വരാൻ അള്ളാഹ് വിചാരിച്ചിരുന്ന ഷർറിന്ന് നമ്മളെ തടയുകയും ചെയ്യുന്നൊരു കാര്യമാണ്. പ്ലസ് നമ്മുടെ വളർച്ച, നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് വളരാനും അത് കാരണമാവും. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് സദഖ ചെയ്യുക, കൊടുക്കുക. അതല്ല പുറത്തുള്ളവർക്കല്ലേ ഖുറാനും ദീനും ഒക്കെ പഠിപ്പിക്കുന്നത്. നമ്മൾ അയച്ചു കൊടുക്കുന്നതല്ല, ഫലസ്തീനിലേക്കും ഉത്തരേന്ത്യയിലൊക്കെ അയക്കുന്നത് നല്ല തന്നെ. പക്ഷെ നമ്മുടെ കൂടെ ചാരത്തുള്ള നമ്മുടെ കൂടപ്പുറപ്പും രക്തബന്ധുക്കളും അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യം നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട, അവരെ കണ്ടറിഞ്ഞ് നമ്മൾ സഹായിക്കുക, എന്നിട്ട് മതി പുറത്തേക്ക് പോകണം. അങ്ങനെ തന്നെയാണ് ഖുറാൻ്റെയും താല്പര്യം കേട്ടോ. ഖുറാനിലെ മറ്റു പല ഭാഗത്തും ആ വിഷയം പറയുന്നുണ്ട്. അടുത്തുള്ളവർ ഖരീബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇനി പിന്നെ ഇവരുടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരു വാദത്തെ പറ്റി പറയാം. വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. ജൂതനോ ക്രിസ്ത്യാനിയോ ആവാതെ നിങ്ങൾ സ്വർഗത്ത് പോകൂല എന്നുള്ളൊരു അവകാശവാദം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ വ്യാമോഹമാണ്, നിങ്ങളെ പൂതിയാണെന്നാണ് പറയുന്നത്. അത് നിങ്ങളെ പൂതിയാണ്. ഇനി അതിന് നിങ്ങൾക്ക് എന്ത് തെളിവുണ്ട്? നിങ്ങൾ ആ തെളിവുണ്ടോ? നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതിൻ്റെ ബുർഹാൻ, അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ കൊണ്ടുപോകുക. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംവിധാനം അള്ളാഹ് വായത തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ, അതൊക്കെ വെറും പൂതിയാണ്. അത് അവരങ്ങനെ പൂതി വെച്ച് നിന്നോട്ടെ. ബല മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അസ്ലമായ, സമ്പൂർണമായിട്ട് അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിലേക്ക് മുഹ്സിനായിട്ട്, മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഹ്സാനുള്ളൊരു മനുഷ്യനായിട്ട് ഒരാൾ മാറിയാൽ, വലിയ വാക്കാട്ടോ, കുറേ പറയാനുണ്ട്. ഫലഹു അജ്റുഹു, അങ്ങനത്തെ ആളുകൾക്ക്, മുഹ്സിനായ ആളുകൾക്ക് അജ്റുഹു ഇൻദ റബ്ബിഹി, അള്ളാൻ്റെ അടുക്കൽ നല്ല പ്രതിഫലമുണ്ട്. അവർ യാതൊരു അർത്ഥത്തിലും ഖൗഫ് വേണ്ട, പേടിക്കേണ്ട. വലാഹും യഹ്സനൂൻ, അവർ സങ്കടപ്പെടേണ്ട അവസ്ഥ അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്ന്. എല്ലാവരും സങ്കടപ്പെടേണ്ട അവസ്ഥയായിരിക്കും പരലോകത്തുണ്ടാവുക. പക്ഷേ ഈ കൂട്ടർ മുഹ്സിനീങ്ങളായ ആളുകൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. ഈ മുഹ്സിൻ എന്നുള്ള പദം നേരത്തെ പറഞ്ഞ സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതായത് ഇഹ്സാൻ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന മനുഷ്യർക്ക് നമ്മളൊരു ഒരു നന്മ മരമായിട്ട് മാറുക എന്നുള്ളതാണ് ഇഹ്സാനിൻ്റെ വിവക്ഷ. അതായത് നമ്മുടെ പെരുമാറ്റം, സംസാരം, ഇടപാടുകൾ, നമ്മുടെ നോട്ടങ്ങൾ, ഒരാൾ വീട്ടിൽ വരുമ്പോൾ അതിഥിയെ സ്വീകരിക്കൽ, ഈ ഇഹ്സാനോടുകൂടെയുള്ളൊരു മുഹ്സിനാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ഒരു നല്ല മനുഷ്യനാവുക, ഏറ്റവും നല്ല മനുഷ്യൻ, എല്ലാവർക്കും ഇഷ്ടമുള്ളവനവർ. അത് വലിയ ടാസ്ക്കാണ്. അത് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മുടെ പെരുമാറ്റം പരമാവധി, നമ്മുടെ പേഴ്സണാലിറ്റി നന്നാവുക എന്നുള്ളതാണ് മുഹ്സിൻ്റെ വിവക്ഷ.
وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദം പറയും. ക്രിസ്ത്യാനികൾക്ക് യാതൊരു ബേസ്മെൻറ്റും ഇല്ല, ഒരിടത്തൊന്നുമില്ല, ഒക്കെ ഞങ്ങളാണ്. ജൂതന്മാർ പറയും, അല്ല ഈ ക്രിസ്ത്യാനികൾ പറയും ഞങ്ങളാണെന്ന്. ജൂതന്മാർ പറയും ഞങ്ങളാണ് വലിയത്, ഞങ്ങളുടെ അടുത്താണ് എല്ലാം ഉള്ളത് എന്ന്, ഞങ്ങളാണ് വേദം, ഞങ്ങളാണ് അള്ളാഹിൻ്റെ അടുത്ത ആളുകൾ എന്നൊക്കെ അവർ പറയും അല്ലേ. ഓക്കെ. വഹും യത്ലൂൻ അൽ കിതാബ്, രണ്ടു കൂട്ടരും വേദം വായിച്ചുകൊണ്ട് തന്നെ അവർക്കറിയാലോ വേദഗ്രന്ഥങ്ങൾ എന്താണെന്ന് അന്ന് വ്യക്തമായിട്ട് അവർക്ക് അറിയാം. എന്നിട്ടും അവരങ്ങനെയുള്ള വാദഗതികൾ, അതിപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ മുസ്ലിങ്ങളാണ് അള്ളാഹിൻ്റെ അടുക്കൽ സ്വർഗത്ത് പോകുക എന്നുള്ളൊരു വാദം നമ്മൾ പറയാൻ പാടില്ല. വേദം ഓതിക്കൊണ്ട്, അത് ഖുർആൻ പഠിച്ച ഒരു മുസ്ലിം ഒരിക്കലും അങ്ങനെ പറയില്ല. ഖുർആൻ പഠിച്ച മുസ്ലിം ആരാ സ്വർഗത്ത് പോവുക? ഇപ്പം ഗാന്ധിജി സ്വർഗത്ത് പോവുക? അത് അള്ളാഹു ആയാലും നമ്മൾ അറിവുള്ള ഒരാൾ പറയും. കാരണം അതിൻ്റെ തീരുമാനാധികാരം അള്ളാഹ്ക്കാണ്, നമ്മളാ വിഷയത്തിലില്ല. ഇവിടെ ആമനു ആമിലു സാലിയാത്ത് ചെയ്യാൻ നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട് എന്നുള്ള മാത്രമേ ഉള്ളൂ. തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാനും നമ്മളോട് പറയുന്നുണ്ട്. കദാലിക ഖാലല്ലദീന ലാ യഅലമൂന മിസ്ല ഖൗലിഹിം. അപ്പോൾ ഇവരുടെ വാദം, അവരിങ്ങനെ ഖുർആനൊക്കെ അവരുടേതായ ഇഞ്ചിയിലും സബൂറും ഒക്കെ വായിച്ചുകൊണ്ട്, തോറൊക്കെ വായിച്ചിട്ടും അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാദം പറയുകയാണെങ്കിൽ വിവരമില്ലാത്ത ചിലരെല്ലാം ഈ വിധം പറഞ്ഞിട്ടുണ്ട്. ഈ ഹലമൂന് മിസ്ലഖാവലി, ഈ വർത്താനം വിവരമില്ലാത്ത ആൾക്കാർ പറഞ്ഞു. എന്താ വെച്ചാൽ നിങ്ങൾ ജാഹിലീങ്ങളാണെന്ന്. എടാ പട് ജാഹിലീങ്ങളേന്നാണ് ജൂയിഷ് പീപ്പിൾസിൻ്റെ നസ്രാനി പറയുന്നത്. നിങ്ങൾ ജഹാലത്ത് എന്നുള്ള വർത്താനാണിത്, വിവരമില്ലാത്ത വിവരക്കേടാണ് വിളിച്ചു പറയുന്നത്. ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ, നിങ്ങൾ അടിപിടി അല്ല നാളെ ഖിയാമത്ത് നാൾ തീർത്തോളും. എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല നടക്കാൻ പോണത് എന്ന്. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ, ദൈവമാണോ ദൈവപുത്രനാണോ അല്ലെങ്കിൽ അതാണോ ഇതാണോ, ഇതൊക്കെ അവിടെ വെച്ചിട്ട് അള്ളാഹ് അങ്ങ് തീരുമാനമാക്കും എന്ന് കൃത്യമായിട്ട് അവിടെ പറയാണ്. എന്നിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ്. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها. അതായത് മനഅ മസാജിദ, മസാജിദ് പള്ളിയിലുള്ള നമസ്കാരത്തെ തടയുക. അതായത് ദീനിലേക്ക് പ്രവേശിക്കുന്നത് ഒരു മാന, അല്ലെങ്കിൽ പള്ളിയിൽ തടയുക. ഇപ്പം കാബ ഷെരീഫുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വെച്ച് നിസ്കരിച്ചതും അത് തടഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാഫിറുകൾ പറയും ഞങ്ങളുടെയാണ്, ജൂതവംശ ഇബ്രാഹിമിൻ്റെ പരമ്പരയാണ്, ഞങ്ങളതിൻ്റെ അവകാശികൾ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ യാതൊരു അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് ചില തർക്കവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ചിലരൊക്കെ തടഞ്ഞിട്ടുണ്ട് നിസ്കരിക്കുന്നത്, കാബ ഷെരീഫിൻ്റെ മുമ്പിൽ നിസ്കരിക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടുള്ളവർ പറയാം. അങ്ങനെ തടയാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ. അവർ പേടിച്ചുകൊണ്ട് മാത്രം ഇങ്ങോട്ട് കടന്നോട്ടെ. ഇനിയിപ്പോൾ പള്ളിയിൽ അവർ വരികയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ മസാജിദിലേക്ക് ആരാധനാ കേന്ദ്രങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ അവർ ഭയപ്പെട്ടുകൊണ്ട് തന്നെ വന്നോട്ടെ. ലഹും ഫിദ്ദുന്യാ ഖിസ്യും വലഹും ഫിൽ ആഖിറതി അദാബുൻ അളീം. ഭൂമിയിൽ അവരെ നിന്ദ്യരാക്കുന്നതാണ് അവർക്കുള്ള ശിക്ഷ. അത് ഇന്ന് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കും, ഇന്ത്യയിൽ ബുൾഡോസർ സംവിധാനങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പള്ളികൾ ജാറങ്ങൾ കൊടുക്കുന്നതിന് നമ്മൾ സല്യൂട്ട് ചെയ്യുക, അത് പോട്ടെ, അത് നല്ലതാണെന്ന് തോന്നലുണ്ട്. കാരണം അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ. ഞാൻ യാത്ര ചെയ്തൊരു വ്യക്തിയാണ്, ഈ ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ പല ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്തപ്പം നിസ്കാരം പോലും ഇല്ലാത്ത ജനം, താടിയും വെറും പാൻ മസാലയൊക്കെ അടിച്ച് നിസ്കാരമില്ല, ഒരു വൃത്തികെട്ട ഒരു ജനസമൂഹമായിട്ടാണ് മുസ്ലിമിലെ നല്ലൊരു വിഭാഗം ആളുകൾ. അവർ ഈ ജാറങ്ങളുടെ അവസ്ഥ പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗവും കയറി നിരങ്ങുന്ന, എല്ലാവിധ സുജൂദടക്കം എല്ലാ വൃത്തികേടുകളും നടത്തുന്ന ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളായിട്ടാണ് അവിടെ ജാറങ്ങളുള്ളത്. ഓക്കെ, കേരളത്തിൽ കുറച്ച് മര്യാദ ഉണ്ട്, കാരണം ഷിർക്ക് എല്ലാ ജാറങ്ങളൊന്നും സിയാറത്തായിട്ട് ഒരു ഭംഗിയുണ്ട്. അതിന് ഷിർക്കിലേക്ക് കടക്കാത്തതാണ് ഒട്ടുമിക്ക ജാറങ്ങളും. ചില ജാറങ്ങൾ ഷിർക്കിൽ ചെയ്യുന്നുണ്ട്, മെഴുകുതിരി ചന്ദനത്തിരി കത്തിച്ച് എന്താണോ ഒരു അമ്പലത്തിൽ നടക്കുന്നത് അത് നമ്മളിൽ ഒരു വ്യത്യാസമില്ല എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അവിടെ സുജൂദ് നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയിൽ പോയാൽ വെറും ഹറാം എന്നല്ല പറയാം, ഷിർക്കിൻ്റെ കൊത്തളങ്ങളായിട്ടുള്ള ജാറങ്ങളുണ്ട്. അതൊക്കെ തകർക്കപ്പെടേണ്ട, ഒരു പക്ഷേ അള്ളാഹ് അതിലൊരു നന്മ വിചാരിച്ചിട്ടുണ്ടാവാം. എന്നാലാവട്ടെ പള്ളികൾ തകർക്കപ്പെടുന്നുണ്ട്, ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുണ്ട്, അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിൽ
ഖിസിയുൻ, നിന്ദ്യമായിട്ടുള്ള ശിക്ഷയാണ് അവർക്ക് നൽകാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ലെറ്റ്സ് വെയിറ്റ്. വഫിൽ ആഖിറത്തി അദാബ്, പരലോകത്താവട്ടെ കഠിനമായ ശിക്ഷയാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലു ഫതമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹിൻ്റെ മാത്രമാണ്, അള്ളാഹുവിലേക്കുള്ളതാണ്. ഫഅയ്നമാ തവല്ലു ഫതമ്മ, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇന്നല്ലാഹ വാസിഉൻ അലീം. ഈ ഒരു ആയത്തിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഖിബിലമാറ്റം സംബന്ധിച്ച ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഖിബിലമാറ്റം അതായത് ഇസ്രായേൽ സമൂഹം അടക്കം പിന്നെ ഈ ഒരു പാരമ്പര്യമായിട്ട് ആരാധിച്ചു വരുന്ന കേന്ദ്രത്തിലേക്ക് തന്നെയായിരുന്നു, അതായത് ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തന്നെയായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്, പണ്ട് നിസ്കരിച്ചിരുന്നത്. അത് പണ്ട് അങ്ങനെയാണ്, ജൂതന്മാർ നിസ്കരിച്ച് അങ്ങോട്ട് ഇരുന്നിട്ട് ഇപ്പോഴും അവരങ്ങനെയാണ് നിസ്കരിക്കുന്നത്, ഇപ്പോഴും അവരങ്ങോട്ട് തന്നെ നിസ്കരിക്കും. അപ്പോൾ അങ്ങോട്ട് നിസ്കരിക്കുന്ന ആ ഒരു സംവിധാനം അള്ളങ്ങ് മാറ്റി മസ്ജിദുൽ ഹറാമിലേക്ക് ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞു. അപ്പോൾ കഅബ ഷരീഫിലേക്ക് തിരിയാ വഴി ഞങ്ങളുടെ വഴി നിങ്ങൾ തെറ്റി എന്നുള്ള ഒരു വാദം അവിടെ ഒന്ന്. സ്റ്റേറ്റ്മെൻറ്റ് 1. സ്റ്റേറ്റ്മെൻറ്റ് 2, നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ, ഞങ്ങളുടെ ദൈവമല്ല നിങ്ങളുടെ ദൈവം, നിങ്ങൾ ഖുറൈശികളുടെ കുലദൈവമായ അള്ളാഹു. അപ്പോൾ കുലദൈവമല്ല യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെയാണ് യഥാർത്ഥ ദൈവം എന്ന വിഷയം. അപ്പോൾ ഇതൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്. അഥവാ അള്ളാഹു ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഹജ്ജ് കഅബ ഷരീഫിലാണല്ലോ. അപ്പോൾ കഅബ ഷരീഫിലേക്കുള്ള ഈ കേന്ദ്രീകൃത സ്വഭാവം ബൈത്തുൽ മുഖദ്ദിസിലാണെങ്കിൽ ഇപ്പോൾ ആ പ്രശ്നകലുഷിതമായ ഭൂമിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ വല്ലാത്ത പ്രയാസത്തിലായിരിക്കും. അപ്പോൾ കഅബ അതിനെ സുരക്ഷിതമാക്കി ദീനിനെ അള്ളാഹു നിലനിർത്തി. മാഷാ അള്ളാഹ് അങ്ങനെ നിലനിർത്തി എന്നുള്ളത് തന്നെയാണ്. وقالوا اتخذ الله ولده سبحانه بل له ما في السماوات والأرض كل له قانتون. അവിടെ വലത് ഏത് ദൈവപുത്രൻ ഇവരുടെ വാദതായിരുന്നല്ലോ, ആ വാദത്തെയൊക്കെ പൊളിച്ചടക്കാൻ തന്നെയാണ് ഖുർആൻ വന്നിട്ടുള്ളത്. അതങ്ങ് പൊളിച്ച് കയ്യിൽ കൊടുത്തു. ദൈവപുത്രനാണ് ജീസസ് ഈസാ നബി എന്നുള്ളത്. ദൈവപുത്രനൊന്നുമല്ല. സുബ്ഹാൻ, അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹു എത്ര പരിശുദ്ധ, അവനാണ് ആകാശഭൂമികളെല്ലാം അവൻ്റേതാണ്. വക്കുല്ലും ഫീ ഖാനിത്തൂൻ, എല്ലാം അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ വഴങ്ങി ജീവിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും പിടിച്ചിട്ട് അള്ളാഹിൻ്റെ മോനായിട്ട് മാറ്റാനൊന്നും ദൈവപുത്രനാക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ആ ദൈവപുത്ര സങ്കല്പത്തിന് ബൈത്തുൽ മുഖദ്ദിസ് ആ പുണ്യഭൂമി ഇസ്രായേൽ ഫലസ്തീൻ ഈസാ അലൈഹിസ്സലാമിൻ്റെ ജന്മനാടിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ തിരിച്ചിങ്ങോട്ട് കഅബ ഷരീഫിലേക്ക് ഇത് മാറ്റിയതേ. ഇത് രണ്ട് ഹക്കും ബാത്തിലും അള്ളാഹ് തിരിച്ച് ലോക ജനതക്ക് വഴി കാട്ടാൻ വേണ്ടി തന്നെയാണ്. بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون. അപ്പോൾ ഈ ബദിഉ സമാവാത്താണ് അള്ളാഹു ഇതിനെ, അതായത് ബദിഅ ചെയ്യാന്ന് പറഞ്ഞാൽ ശൂന്യതയിൽ നിന്ന്, എംറ്റി സ്പേസിൽ നിന്ന് ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ, ലോകങ്ങളെ, ഭൂമിയൊക്കെ അള്ളാഹ് സൃഷ്ടിച്ചു. അള്ളാഹുവിന് അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതുണ്ടാവുക എന്ന് പറയേണ്ട ആവശ്യമുള്ള അതുണ്ടാവുക. അള്ളാഹു അതിശക്തിമാനാണ്. ഈ അതിശക്തിമാനായ റബ്ബിൻ്റെ മകനായിട്ട് ഒരു മനുഷ്യപുത്രനെ വെക്കേണ്ട കാര്യം അള്ളാഹിനില്ലാന്ന്. وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم. ഇവിടെ قد بينا الآيات لقوم يوقنون. അതായത് ജാഹിലീങ്ങളായ ആളുകൾ, വിവരമില്ലാത്ത ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹു എന്താണ്? യുക്കല്ലിമുന അല്ലാഹു വതഅതിന, അള്ളാഹ് ആകാശത്തു നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് ഞങ്ങളോട് സംസാരിച്ചൂടെ? കദാലിക ഖാലല്ലദീന മിൻ ഖബ്ലിഹിം മിസ്ല ഖൗലിഹിം. ഈ വർത്താനം ഇതിനു മുമ്പുള്ള ആളുകളും ചോദിച്ചിരുന്നു. അപ്പോൾ ആ മുൻപുണ്ടായിരുന്ന വിവരമില്ലാത്ത ആൾക്കാർ ഇപ്പോഴുള്ള വിവരമില്ലാത്ത ആൾക്കാരുടെ മനസ്സൊരുപോലെയാണ്. തീർച്ചയായും
ഈമാനുള്ള ആയാത്തുകൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്ക് തശാബഹത്ത് ഖുലൂബുഹും, അവരുടെ മനസ്സുറച്ച ആളുകൾക്ക്, അതായത് യഖീനോട് വിശ്വസിക്കുന്ന കൗമിന് ഈ ആയത്തുകൾ തന്നെ ധാരാളമാണ്, വ്യക്തമായ തെളിവാക്കി ഈ വിശുദ്ധ ഖുർആനും ദീനുമൊക്കെ അവരുടെ മുമ്പിലുണ്ട് എന്ന് തന്നെയാണ്. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറ വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. നിസ്സംശയം നാം ഈ സത്യസന്ദേശവുമായിട്ട് അയച്ചത് ബഷീറം വനദീറ, സന്തോഷവാർത്ത അറിയിക്കുന്നവനും നദീറും മുന്നറിയിപ്പുകാരനുമായിട്ടാണ്. അതായത് ആരെ? ബിൽ ഹഖ്, സത്യസന്ദേശം സത്യവേദവുമായി ഖുർആനുമായിട്ട് അയച്ച്. അർസൽനാക്ക എന്ന് പറഞ്ഞാൽ നിന്നെ എന്ന് പറഞ്ഞാൽ ആരെയാ? റസൂലിനെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ തസ്അലു അൻ അസ്ഹാബിൽ ജഹീം, അതുപോലെ തന്നെ നരകത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്നവനും നരകാവകാശികളെ പറ്റി നിന്നോട് ചോദിക്കുകയില്ല, അവർ ആ കാര്യങ്ങൾ ചോദിക്കും. അല്ല, നരകാവകാശികളെ പറ്റി നിന്നോട് ചോദ്യം ചെയ്യില്ല. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അവർക്ക് എത്തിക്കാനുള്ള സന്ദേശം എത്തിക്കുക എന്നുള്ള ജോലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യേണ്ടത്. വലൻ തർദ അൻകൽ യഹൂദ വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും. അതായത് ജൂതന്മാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ട് അവരുടെ ഡിമാൻഡ് അനുസരിച്ച്, അല്ലെ നസ്രാനികളുടെ ക്രൈസ്തവ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് നീ ജീവിക്കാത്തോടത്തോളം അവർ നിന്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു തൃപ്തി ഉണ്ടാവില്ല. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. യഥാർത്ഥ അറിവ്, സത്യജ്ഞാന ദർശനം ലഭിച്ച ശേഷം പിന്നെ അവർ അവരുടെ ഹവ പിൻപറ്റിയാൽ, പിന്നെ ഹവയായിട്ട് ഈ സത്യദർശനം അവർക്ക് കിട്ടിയിട്ട് അവരുടെ ഹവയിൽ ജീവിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് ഒരു ഒരു നസീറോ എന്ത് ചെയ്യില്ല എന്ന് വെച്ചാൽ വേറൊരു ഔലിയാക്കളോ സഹായികളായിട്ടൊന്നും ആരും അവരെ രക്ഷിക്കാൻ പിന്നെ ഒരു ആൾക്കും സാധ്യമല്ല എന്ന്, സഹായം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തി നിനക്ക് ജീവിക്കാനും ആവില്ല. അവരാവട്ടെ നിൻ്റെ സത്യദർശനം അറിയാതല്ല അവർ വഴിതെറ്റി നടക്കുന്ന, കുഫ്രിയത്തുമായിട്ട് നടക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തുകയാണ്. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. ഇത് അവസാനിക്കുന്ന ആയത്താണ്. നമ്മൾ ഈ ആയത്തോട് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഈ ആയത്ത് വളരെ പ്രധാനമാണ്. ഇതിപ്പോൾ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടാണ് പറയുന്നത്. എന്നാൽ അത് കാലത്ത് നമ്മളോടുകൂടിയാണ്. അത് അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതി. എങ്ങനെയാണോ ഓതേണ്ടത് അങ്ങനെ ഓതണം എന്ന് വെച്ചാൽ തജ്വീദ് നിയമം പാലിച്ച് ഓതണം എന്നുള്ളതല്ല. അതിൻ്റെ ഒരു മറുവശമാണ്. ഉലൈക യുഅ്മിനൂന ബിഹി, അത് വിശുദ്ധ ഖുർആൻ വിശ്വസിച്ച് ഈ ഹക്ക് എങ്ങനെയാണോ വിശുദ്ധ ഖുർആനോട് നീതി പുലർത്തേണ്ടത്. ഇത് ഇപ്പം ഇന്നത്തെ കാലത്ത് എത്രയോ ഹാഫിളുകളുണ്ട്. ഖുർആൻ ഇഫ്ലാക്ക് ഒരു ഒട്ടുമിക്ക പാരൻസും 2-3 കുട്ടികളുണ്ടാവുകയാണെങ്കിൽ ഒന്നിനെ ഹാഫിളാക്കണമെന്ന് വിചാരിക്കും. അതൊരു സ്വാർത്ഥ താല്പര്യമാണ്. ആരോ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നാളെ സ്വർഗത്തിൽ രക്ഷപ്പെടാൻ. വെറുതെ പറയാണ് സഹോദരന്മാരെ, വിവരക്കേട് പറയാണ്. മക്കൾ ഹാഫിളായതുകൊണ്ട് നാളെ നമ്മൾ സ്വർഗത്തിലൊന്നും പോകാൻ പോകുന്നില്ല. ഓക്കെ, അതൊക്കെ വെറുതെയുള്ള വാദങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ഖുർആൻ വായിക്കുന്നവരല്ല, നിങ്ങൾ ഖുർആൻ വായിച്ചു നോക്കൂ. ഖുർആൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള തീർത്തും ഘടകവിരുദ്ധമാണ്. ഒരാളുടെ ജാമ്യത്തിൽ നമ്മൾ ആരും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. എന്ന് വെച്ചാൽ മക്കളെ ഹാഫിളാക്കേണ്ടെന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ മായന. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ഹാഫിളായിക്കോളൂ, നിങ്ങൾ പഠിച്ചോളൂ. ഹാഫിളായതുകൊണ്ട് ഹാഫിൾ എന്നുള്ള ടേം തന്നെ തെറ്റാണ്. അങ്ങനെ ഒരു ഖുർആൻ ഹിഫിളാക്കാനും ഖുർആൻ മനഃപ്പാഠം ചെയ്യാനൊന്നും ഒരു ആയത്തിലോ ഹദീസിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞിട്ടില്ല. കാരണം ഖുർആൻ എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് പ്രിയമുള്ളവരെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനല്ല പറഞ്ഞു വരുന്നത്, ഖുർആൻ പറഞ്ഞു വരുന്നത് ഹഖ്ക തിലാവത്ത് ഹക്കായിട്ട് രീതിയിൽ പാരായണം ചെയ്യുക എന്ന് വെച്ചാൽ ഇത് ഖുർആൻ എന്തിനാന്ന് ചോദിച്ചാൽ ഓതാനുള്ളതാ അല്ല, ഹിഫ്ള് ചെയ്യാനുള്ളതാ അല്ല, അർത്ഥം പഠിക്കാനുള്ള അല്ല, വിശദീകരണം പഠിക്കാനുള്ള അല്ല. പിന്നെന്താ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ അർത്ഥം എന്നോട് ചോദിക്കുക. നിങ്ങളെന്താ ചെയ്യുന്നത്? ഖുർആൻ ഉസ്താദ് എന്താ ചെയ്യുന്നത്? ഖുർആൻ ഇങ്ങനെ വിശദീകരണം തരില്ലേ? ഇതൊക്കെ എന്തിനാ?
നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് പുലർത്തിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഖുർആൻ്റെ ഉദ്ദേശം. അതാണ്. അല്ലാതെ കുറേ ആൾക്കാർ ഓതിയോണ്ട് അള്ളാഹ്ക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ഇത് ഓതാന്നല്ല പ്രധാനം, അത് ഈമാനോടുകൂടെ അത് വിശ്വസിക്കുക, അത് ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. വമൻ യക്ഫുർ, അതിനെ നിഷേധിക്കുന്നതാരോ ബിഹിഫ ഉലായിക ഹുമുൽ, ഒരു വലിയ നഷ്ടത്തിലാണ്. എത്ര നൂറ്റാണ്ടായി കേരളത്തിൽ മലയാള പരിഭാഷ വന്നിട്ട്, എത്ര ആളുകൾ ഇതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളെ കൂടെ യാത്ര ചെയ്യാണ്. ഇതും തഫ്സീർ വായിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇങ്ങനെ വളരെ ചെറുപ്പത്തിലാണ്, പിന്നെ കോളേജ് ലൈഫിലൊക്കെയാണ് ഖുർആൻ തഫ്സീർ അനുസരിച്ച് പഠിച്ചത്. പിന്നെ അങ്ങോട്ട് നമ്മൾ കുടുംബവും കുട്ടികളും ബന്ധങ്ങളും ജോലിയൊക്കെ ആയിട്ട് തിരക്കിട്ട് ഇതിനൊന്നും സമയം കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോൾ ഞാനും ഇത് നിങ്ങളെ കൂടെ തന്നെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളിത് കേൾക്കണ്, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇസ്രായേലിസ്റ്റുകളാവരുത്. ജൂതന്മാർക്ക് സംഭവിച്ച് നമുക്ക് സംഭവിക്കരുത്. ക്രൈസ്തവ ലോകത്തിന് സംഭവിച്ച് നമുക്ക് സംഭവിക്കരുത്. നമുക്ക് ഏകനായ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി ഖുർആൻ അനുസരിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുഅ്മിനായി മെഹ്സിനായിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം എന്നതാണ് ഈ ആയത്തിൻ്റെ താല്പര്യം. അപ്പോൾ ഇത് ഹിഫ്ള് ചെയ്യാനുള്ളതല്ല, ഓതാനുള്ളതല്ല, അർത്ഥം പഠിക്കാനുള്ളതല്ല, പരീക്ഷ നടത്തിയിട്ട് ക്വിസ് കോമ്പറ്റീഷൻ ഇതൊക്കെ വേണം. ഒന്നും നടക്കണ്ടെന്നല്ല. നമ്മൾ ഖുർആൻ പഠിക്കണം, ഖുർആൻ ഓതണം, ധാരാളം ഓതിക്കൊണ്ടിരിക്കണം, മക്കളെ ഹാഫിളുകളാക്കണം, പിന്നെ ഖുർആൻ ക്വിസ് നടക്കണം, പ്രശ്നോത്തരികൾ നടക്കണം, ഖുർആൻ പഠന ക്ലാസ്സുകൾ നടക്കണം. അതൊന്നും നടക്കണ്ടെന്നല്ല. പക്ഷെ അതിനെല്ലാം ഇതൊന്നും ഖുർആൻ അതല്ല. ഖുർആൻ്റെ ഉദ്ദേശം എന്താ? ഹുദൻ ലിന്നാസാണ്. വെളിച്ചുണ്ടാവണം. ഇതൊക്കെ വേണം. പിന്നെ ആ വിഷയം പറഞ്ഞുകൊണ്ട് പറയാണ്, ഹഫ്ളീങ്ങളാക്കുക, അടിച്ച് പഠിപ്പിക്കുന്ന സിസ്റ്റം ഒന്നും ശരിയല്ല പ്രിയമുള്ളവരെ. മക്കളെ കൊണ്ടുപോയിട്ട് ചെറുപ്രായത്തിൽ മക്കളെ ഒരു 10-12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സ് വരെയെങ്കിലും മിനിമം മക്കൾ മാതാപിതാക്കളുടെ കൂടെ വളരുന്നതിന് പകരം പിടിച്ച് ഏതോ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് ചാട്ടവാറടി പ്രയോഗം നടത്തിയിട്ട് തലച്ചോറിലേക്ക് ഖുർആൻ്റെ അറബ് അക്ഷരങ്ങളെ കുത്തി നിറച്ചിട്ട് അതിന് സർട്ടിഫിക്കറ്റും വാങ്ങി തിരിച്ചു കൊണ്ടുവരുന്ന ഈ മക്കളുടെ കാര്യത്തിൽ നാളെ നിങ്ങളോട് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും എന്നാണ് എനിക്ക് പറയേണ്ടത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. സെൻറ്ററുകളും ജയിലിനേക്കാൾ അപകടകരമായ രീതിയിൽ ഒരു കുട്ടി, നമ്മളെ കുഞ്ഞു മനസ്സിൽ അത്ര പോരെ, ഒരു ചീത്ത പോരെ, കുഞ്ഞു മനസ്സ് മാനസിക രോഗിയാവാൻ, മെൻ്റൽ ഹെൽത്തിന് തകരാറാവാൻ എന്തുമാത്രം ചീത്തയാ ഉസ്താദുമാർ പറഞ്ഞു. എല്ലാവരും അധിക്ഷേപിക്കല്ല, എല്ലാ ഹിഫ്ള് കോളേജുകളും ഇങ്ങനെയല്ല. പക്ഷേ ഒട്ടുമിക്ക ഹിഫ്ള് കോളേജുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ള മാതാപിതാക്കൾക്ക് നല്ല ഉദ്ദേശമായിരിക്കും. പക്ഷേ നിങ്ങൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, നിങ്ങളൊന്ന് അവിടെ ആത്മാർത്ഥമായിട്ട് പറയാം, സ്ഥാപനങ്ങൾ നടത്തി പരിചയമുള്ളവർ നടത്തിയ സുഹൃത്തുക്കളൊക്കെ ഉള്ള അത് ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് പറയാം, നിങ്ങൾ ഹിഫ്ള് കോളേജിൽ മക്കളെ അയക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവിടെയുള്ള ഒരാളെ പറ്റി കൃത്യമായൊന്ന് അന്വേഷിച്ചാൽ അടുത്ത ദിവസം നിങ്ങൾ മോനെയായിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരും. അവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ നടക്കുന്ന ഒരു 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ അവിടെ നടക്കുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിയുകയായിരുന്നെങ്കിൽ, എല്ലാം ഒരുപോലെ എന്നല്ല, അടച്ചാക്ഷേപിക്കുകയല്ല, കാര്യങ്ങൾ തുറന്ന് പറയാണ്. ദയവ് ചെയ്ത് ഒരു +2 ലെവലെത്താതെ മക്കളെ വീട്ടിൽ നിന്ന് വിടരുത്. കുടുംബമാണ് വിദ്യാലയം. മാതാപിതാക്കളുടെ സ്നേഹത്തിൽ വളരണം മക്കൾ. മാതാപിതാക്കളെ കണ്ട് മാതൃകയായിട്ട് വളരണം. ആ മക്കളെ നിങ്ങൾക്കും ഭാവിയിലുണ്ടാവും. അല്ലെങ്കിൽ നാളെ അവസാന കാലത്ത് നിങ്ങളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിടുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ചോദിക്കാൻ പോലും അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതിയല്ല എന്നാണ്. എന്നാൽ ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. അല്ലെങ്കിൽ വീട്ടിലൊരു ഉസ്താദിനെ വിളിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ റൂമിൽ ഒരു ഓഫീസ് റൂമിൽ ഇരുത്തിയിട്ട് ക്ലാസ് എടുക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേ അപ്പോഴും പരിമിതികളുണ്ട്. നിങ്ങളെ വീട്ടിൽ വെച്ചാൽ കുട്ടീനെ അടിക്കില്ല. അതെങ്കിലും ഇനി അതൊന്നുമല്ല, നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങളെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ട് നിങ്ങൾ ഓതി പഠിപ്പിക്കണം. അതാണ് അതിൻ്റെ ശരിയായ കാര്യം. അത് പിന്നെ നടക്കാത്തത് കൊണ്ടും ബിസിനസ്സും തിരക്കുകളായിട്ട് വാപ്പ അങ്ങനെ പോകണം, വീട്ടിലെ തിരക്കായിട്ട് ഉമ്മ അങ്ങനെ പോകണം. അതൊന്നുമല്ല. രാത്രി മഗ്‌രിബിന് വീട്ടിൽ ഖുർആൻ ഓതാനിരിക്കുമ്പോൾ ഒന്ന് മക്കളെ കൂടെ ഇരുത്തിയിട്ട് ഒരു 5 മിനിറ്റ് ദിവസം ഓതിപ്പിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. ഇത് തജ്വീദ് പഠിപ്പിക്കാരൻ അങ്ങനെയാണ്. പെട്ടെന്ന് അങ്ങനെ വാരിക്കൊരു തജ്വീദ് തിലാവ പഠിപ്പിക്കാൻ കഴിയില്ല. ഹിഫ്ള് അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാം പഠിച്ച് ബൈഹേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മക്കളെ ഒരു പള്ളിയിൽ ഉസ്താദാക്കാൻ നിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ നിങ്ങൾ ദീനി മദാരിസുകളിൽ പഠിപ്പിച്ചോളൂ. അത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുപാട് സംവിധാനങ്ങൾ എല്ലാ മതസംഘടനകളുടെ കീഴിലുണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും ബിരുദമൊക്കെ എടുത്ത് പഠിച്ചോട്ടെ. അത് നല്ല കാര്യമാണ്. കുട്ടിക്കും താല്പര്യം ഉണ്ടാവണം, അല്ലാതെ അവനെ നിർബന്ധിക്കരുത്. ഒരു എഞ്ചിനീയർ ആവാൻ താല്പര്യമുള്ള കുട്ടി, നല്ല കഴിവുള്ള ഒരു കുട്ടി ഒരു ഡോക്ടർ ആവാനും നാളെ ഈ സമൂഹത്തിന്, ഈ രാജ്യത്തിന് ഏറ്റവും നല്ല സേവനം നൽകാൻ പറ്റിയ അതിബുദ്ധിമാനായ ഒരു കുട്ടീനെ പിടിച്ചിട്ട് ഒരു പള്ളി ഇമാമാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ ആ കുട്ടി വളരട്ടെ. ദീനിയായ രംഗത്തേക്ക് സേവനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ദീനി സേവനം തന്നെയാണ്. ഒരു മനുഷ്യന് പള്ളിയിൽ ഇമാമത്ത് നിൽക്കണ മാത്രമല്ല,
ഈ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ മരണത്തോട് മല്ലിടുന്ന ഒരു രോഗിയെ ആതുര സേവനം നടത്തുന്നതും അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇത് ഇങ്ങനെ ഇസ്ലാമിന് നമ്മൾ പള്ളിയിൽ ഇമാമിക്കുന്നത് നിസ്കരിക്കുന്നത് മാത്രമല്ല അള്ളാഹിൻ്റെ അടുക്കൽ കൂലിയുള്ള കാര്യം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സേവന മേഖലകൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ കാര്യമാണ്. നമുക്ക് വേണ്ടത് നല്ലൊരു മനുഷ്യനായ കുട്ടിയാണ്. നമ്മുടെ മക്കൾ നല്ല സ്വാലിഹീങ്ങളായിട്ട് വളരുക എന്നുള്ള അവർ ഏത് ജോലിയിലെത്തിയാലും എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും ഇനി തേങ്ങ വലിക്കാൻ പോകുന്നവനോ കൂലിപ്പണിക്കാരനായാലും അത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന സിൻസിയറായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടത്. മഹ്സിനായിട്ടുള്ള ഒരു മനുഷ്യൻ, അതാണ് നമ്മുടെ ടാർഗറ്റ്. അല്ലാതെ ഈ രീതിയിലുള്ളതാവരുത് എന്നാണ്. അപ്പോൾ അത് ഈ ഹക്ക തിലാവത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാം കേട്ടോ. ഹക്ക തിലാവത്ത് നന്നാവുക നല്ല ട്യൂണിൽ ഓതുക എന്നുള്ളതുമല്ല, നല്ല ട്യൂണിൽ കേൾക്കാൻ ഹൃദയാവർജകമായിട്ട് ഖുർആൻ ഓതുക എന്നല്ല. തർത്തീലിൽ ഖുർആൻ തർത്തീൽ അങ്ങനെ ഓതണം. പക്ഷേ ആ തിലാവത്തല്ല ഇവിടെ പറഞ്ഞത്. ഇത് പാരായണം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്. ജീവിതത്തോട് ചേർന്ന് നമ്മൾ പാരായണം ചെയ്യണം. അള്ളാഹു ആ അർത്ഥത്തിൽ ഖുർആനെ തദബ്ബുർ ചെയ്ത് ജീവിതത്തിൽ പാലിക്കുന്നവരാക്കി നമ്മളെല്ലാവരെയും മാറ്റണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.